എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൂഗിളിന്റെ പുതിയ ജെമിനി 3.1 പ്രോയെക്കുറിച്ചാണ്. ഇത് വെറുമൊരു അപ്ഡേറ്റ് അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചിന്താരീതിയിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. നമ്മളൊക്കെ എപ്പോഴും എഐനെ പറ്റി ചിന്തിക്കുന്നത് ഒരു വലിയ മെമ്മറി ബാങ്ക് പോലെയാണല്ലേ, ഒരുപാട് വിവരങ്ങൾ ഓർത്തു വെക്കുന്ന ഒന്ന്. പക്ഷേ ഈ ഓർമ്മിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അത് ശരിക്കും ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്താകും? അപ്പോൾ ഗൂഗിളിന്റെ ജെമിനി മോഡലിൽ വന്ന ഈ പുതിയ അപ്ഡേറ്റ് പറയുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടാൻ പോകുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും എത്രയോ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു പ്രധാനപ്പെട്ട കണക്കുണ്ട്, അത് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോ ഇതിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ARC-AGI-2 ബെഞ്ച് മാർക്ക് എന്താണെന്ന് അറിയണം. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നുമെങ്കിലും സംഗതി സിമ്പിളാണ്. ഇതൊരു സാധാരണ ടെസ്റ്റല്ല. അതായത് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഓർത്തു പറയുന്നതിന് പകരം ഒരു എഐക്ക് അതിനു മുമ്പ് കണ്ടിട്ടേയില്ലാത്ത ഒരു പുതിയ പസിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണിത്. ചുരുക്കി പറഞ്ഞാൽ ഓർമ്മശക്തിയല്ല, ശരിക്കുമുള്ള റീസണിംഗ് ആണ് ഇവിടെ അളക്കുന്നത്. ഇനി ഈ കാണുന്ന ചാർട്ട് നോക്കൂ. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും 3 മാസം കൊണ്ടാണ് പ്രകടനത്തിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. 31% നിന്ന് നേരെ 77%. അതുകൊണ്ടുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ചെറിയ മെച്ചപ്പെടുത്തലല്ല, ഒരു ചെറിയൊരു അപ്ഡേറ്റ് അല്ല, മറിച്ച് ആ AI മോഡൽ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ അടിസ്ഥാനപരമായ ഒരു ഘടനാപരമായ മാറ്റം സംഭവിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോ ഇതൊക്കെ വെറും അക്കാഡമിക് ടെസ്റ്റുകളിലെ കണക്കുകൾ മാത്രമാണോ? അല്ല. യഥാർത്ഥ ലോകത്ത് റിയൽ വേൾഡ് ആപ്ലിക്കേഷനുകളിൽ ഇതിന്റെ ബുദ്ധിശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ പറയുന്നത് ഈ പുതിയ റീസണിംഗ് കഴിവ് കാരണം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ചു നോക്കൂ. വെറുതെ കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു ആനിമേഷൻ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയയെ ശരിക്കും പ്രവർത്തിക്കുന്നൊരു യൂസർ ഇന്റർഫേസ് ആക്കി മാറ്റുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ലോജിക്കും ക്രിയേറ്റിവിറ്റിയും ഒരുമിച്ചു വേണ്ടിവരുന്ന സങ്കീർണമായ ടാസ്കുകൾ ചെയ്യാനാണ് ഈ മോഡലിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ കുറച്ചുകൂടി സങ്കീർണമായ പ്രൊഫഷണൽ ജോലികൾ ടെസ്റ്റ് ചെയ്യുന്ന മറ്റ് ബെഞ്ച്മാർക്കുകളിലും ഇതേ ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. അവിടെയും പെർഫോമൻസ് ഏകദേശം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ ഇതിനെ നോക്കാം. ഈ ഒരു മോഡൽ എന്നതിലുപരി ഇതൊരു വലിയ ഇക്കോസിസ്റ്റമായി മാറുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഈ പുതിയ ബുദ്ധിശക്തി ഇപ്പോൾ ഗൂഗിളിന്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും ഒരു അടിസ്ഥാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ജെമിനി ആപ്പ് മുതൽ വലിയ വലിയ ഡെവലപ്പർമാർ ഉപയോഗിക്കുന്ന ടൂളുകളിൽ വരെ ഗൂഗിൾ എല്ലായിടത്തും ഈ അപ്ഗ്രേഡ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ സ്വാധീനം ഗൂഗിളിന്റെ മാത്രം ഉൽപ്പന്നങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അവിടെയാണ് ആപ്പിൾ ഈ കളത്തിലേക്ക് വരുന്നത്. ഗൂഗിളിന്റെ ഈ ജെമിനി ടെക്നോളജി ആപ്പിളിന്റെ പ്രൊഡക്റ്റുകളിലേക്ക് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ ഡീല് തന്നെ അവരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ റീസണിങ്ങിലെ വലിയ കുതിച്ചുചാട്ടം ഒരുപക്ഷെ നാളെ നിങ്ങളുടെ ഐഫോണിലെ സിരിക്ക് ശക്തി നൽകിയേക്കാം. അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് യൂസർമാരിലേക്കാണ് ഈ കഴിവ് ഒറ്റയടിക്ക് എത്താൻ പോകുന്നത്. ഇത്രയും പവർഫുള്ളായ ഒരു ടെക്നോളജി വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? ഇതിന്റെ സേഫ്റ്റിയും കൺട്രോളും ഒക്കെ എങ്ങനെയാണ്? ആ കാര്യത്തില് ഗൂഗിൾ വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു പ്രിവ്യൂ റിലീസ് എന്ന് അവർ തന്നെ പറയുന്നത്. അതായത് എല്ലാവർക്കുമായി ഇത് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് ഇതിന്റെ പ്രകടനം എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാനും ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിക്കാനും വേണ്ടിയാണത്. അവരുടെ തന്നെ ഇന്റേണൽ സേഫ്റ്റി ടെസ്റ്റുകൾ കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ മോഡലിന്റെ കഴിവുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ കെമിക്കൽ, സൈബർ സെക്യൂരിറ്റി പോലുള്ള സെൻസിറ്റീവായ കാര്യങ്ങളിൽ ഇതിന്റെ കഴിവുകൾ ഇപ്പോഴും അപകടകരമായൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല, അതിന് താഴെ തന്നെയാണ്. അപ്പോ ഇനി അടുത്തതെന്ത്? ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നമ്മളോട് എന്താണ് പറയുന്നത്? ഈ മോഡൽ ഒരേ സമയം എല്ലായിടത്തും ലഭ്യമാക്കുകയാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ജെമിനി ആപ്പിൽ, ഡെവലപ്പർമാർക്കുള്ള AI സ്റ്റുഡിയോയിൽ, ബിസിനസ്സുകൾക്കുള്ള വേർട്ടെക്സ് AIയിൽ, അങ്ങനെ എല്ലായിടത്തും. ഇതിന്റെ ലക്ഷ്യം സാധാരണ യൂസർ മുതൽ പ്രൊഫഷണൽ ഡെവലപ്പർമാർക്ക് വരെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേപോലെയുള്ള ഒരു ഇന്റലിജൻസ് ലെയർ ഉണ്ടാക്കുക എന്നതാണ്.
ഗൂഗിൾ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ഈ ടെക്നോളജിയുടെ അവസാന രൂപമൊന്നുമല്ല, മറിച്ച് ഭാവിയിൽ വരാൻ പോകുന്ന കൂടുതൽ കഴിവുകളുള്ള, ഒരുപക്ഷെ നമ്മൾ പറയാതെ തന്നെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിവുള്ള ഏജന്റിക് AI സിസ്റ്റങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണിത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഇതൊരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ല. AI ശരിക്കും യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് സാധ്യമാകുക എന്നതിന്റെ ഒരു കിടിലൻ പ്രിവ്യൂ, ഒരു ട്രെയിലർ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുകയാണ്. നമ്മുടെ കയ്യിലുള്ള ടൂൾസിന്, നമ്മുടെ കമ്പ്യൂട്ടറുകൾക്കും ഫോണുകൾക്കും ശരിക്കും മനുഷ്യരെ പോലെ ചിന്തിക്കാനും ന്യായവാദം ചെയ്യാനും കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ പരിഹരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ ഏതൊക്കെയായിരിക്കും?